കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുടെ പേരിൽ 3 ജില്ലാ കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കും. കൊല്ലം സെക്രട്ടറിയായി എസ് സുദേവൻ തന്നെ തുടർന്നേക്കും. സന്ദീപ് വാര്യരെ സഖാവാക്കാൻ നോക്കിയെന്ന് CPM ജില്ലാ സമ്മേളനത്തിൽ വിമർശനമുയർന്നു. കണ്ണൻ നായർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. കണ്ണൻ, ഈ കരുനാഗപ്പള്ളിയിലെ കലഹം അത് വലിയ തോതിൽ പാർട്ടി വിഷയമാക്കിയിരുന്നു. കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വലിയ തോതിൽ ഉയർന്നു കേട്ടതും പാർട്ടി സെക്രട്ടറിയുടെ വരെ വിമർശന വിധേയമായ ഒരു സംഭവമായിരുന്നു. ഏത് രീതിയിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങൾക്കെതിരെയുള്ള നടപടിക്കാണ് സാധ്യത? ആരൊക്കെയാണ് പുറത്തുപോകുക? ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പരിപാടി എന്ന് പറയുന്നത് ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പാണ്. ജില്ലാ കമ്മിറ്റിയിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കും എന്ന് ഉറപ്പായിട്ടുണ്ട്. PR വസന്തൻ, ബാലചന്ദ്രൻ, അതുപോലെ തന്നെ രാധാമണി എന്നീ 3 കമ്മിറ്റി അംഗങ്ങളെ ഒഴിവാക്കും. പകരം പുതിയ അംഗങ്ങളെ എടുക്കുന്നത് സംസ്ഥാന സമ്മേളനത്തിന് ശേഷമായിരിക്കും. അതിനുശേഷം അഡ്ഹോക് കമ്മിറ്റി ചേർന്നായിരിക്കും ജില്ലാ കമ്മിറ്റിയിലേക്ക് കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികളെ ഉൾപ്പെടുത്തുക. ഫെബ്രുവരി മാസത്തിലാണ് JSS നിന്ന് തിരിച്ച് CPM-ലേക്ക് വന്ന ഗോപനെ ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തിയത്. അദ്ദേഹത്തെ ഒഴിവാക്കേണ്ടതില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ പൊതു തീരുമാനം. ഇന്ന് രാവിലെ ജില്ലാ സെക്രട്ടേറിയറ്റും നിലവിലെ ജില്ലാ കമ്മിറ്റി യോഗം ചേരും. അതിനുശേഷമായിരിക്കും ഗോപന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുക. ഗോപന് കൂടി നടപടി ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ 4 പേരെ പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റും. എന്തായാലും 3 പേരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കും എന്നുള്ള കാര്യത്തിൽ പൂർണ്ണമായും ധാരണയായിട്ടുണ്ട്. എസ് സുദേവൻ ജില്ലാ സെക്രട്ടറിയായി തന്നെ തുടരാനാണ് സാധ്യത. കാരണം സംസ്ഥാന സമ്മേളനം നടക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. അതിന്റെ സംഘാടന നടത്തിപ്പൊക്കെ തന്നെ ജില്ലാ സെക്രട്ടറിയുടെ പൂർണ്ണ ഉത്തരവാദിത്തത്തിലായിരിക്കണം. ഇപ്പോൾ ഒരു സംഘടനാ നടപടി, ജില്ലാ സെക്രട്ടറിയെ മാറ്റുന്ന ഒരു സംഘടനാ നടപടി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് സംസ്ഥാന സമ്മേളനത്തിന്റെ സംഘാടന പ്രവർത്തനത്തെ ബാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. നേരത്തെ തന്നെ എസ് സുദേവനെ മാറ്റണം എന്നുള്ള ഒരു ആവശ്യം സംസ്ഥാന നേതൃത്വത്തിന് മുന്നിൽ എത്തിയിരുന്നു. അതിൽ പ്രധാനമായും CITU ജില്ലാ സെക്രട്ടറി S ജയമോഹൻ, അതുപോലെ തന്നെ മറ്റ് ഒരു നേതാവ്, ഈ 2 പേരുടെ പേരുകളായിരുന്നു പ്രധാനമായും പറഞ്ഞിരുന്നത്. എന്നാൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് സംസ്ഥാന നേതൃത്വം എത്തുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇന്ന് സംസ്ഥാന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളും ആദ്യം യോഗം ചേരും. അതിനുശേഷമായിരിക്കും ജില്ലാ സെക്രട്ടേറിയറ്റ് ചേരുക. അതിനുശേഷം ജില്ലാ സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ അറിയിക്കും. ആ കമ്മിറ്റിയിലായിരിക്കും ഇത് സംബന്ധിച്ച് ഈ പുതിയ കമ്മിറ്റി അംഗങ്ങൾ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച് തീരുമാനമുണ്ടാകുക. ഇന്നലെയും വിമർശന ശരങ്ങൾ ഏൽക്കേണ്ടി വന്നു സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക്. പ്രത്യേകിച്ച് സന്ദീപ് വാര്യരെ നല്ല സഖാവാക്കാൻ ഒരു ശ്രമമുണ്ടായി. അതിൽ ഏറ്റവും പേരെടുത്ത് പറഞ്ഞ വിമർശനം AK ബാലൻ, MP രാജേഷ്, മന്ത്രി MP രാജേഷ് എന്നിവരുടെ കാര്യങ്ങളാണ്. അതിൽ ഈ സന്ദീപ് വാര്യരെ പാർട്ടിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള വലിയ ശ്രമം നടക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് നടന്ന ദിവസം സന്ദീപ് വാര്യരുടെ പേരിലുള്ള ഒരു പത്രപരസ്യം നൽകിയിരുന്നു. അത് എന്തിനു വേണ്ടിയാണ്? ന്യൂനപക്ഷങ്ങളെ പറ്റിക്കാൻ വേണ്ടിയാണോ ഇത്തരത്തിലുള്ള ഒരു ശ്രമങ്ങൾ നടത്തിയെന്നുള്ള ഒരു ചർച്ചയുണ്ടായി. ഒപ്പം തന്നെ ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം മേയറാക്കിയത് മണ്ടത്തരമാണ്. അത് BJPക്ക് മാത്രമായിരിക്കും ഗുണം ചെയ്യുക എന്നുള്ള വിമർശനവും ഇന്നലെ സമ്മേളനത്തിലുണ്ടായി, പൊതു ചർച്ചയിലുണ്ടായി. ഇന്നലെ കൊല്ലം ജില്ലാ സെക്രട്ടറിയും കേന്ദ്ര കമ്മിറ്റിയുടെ കാര്യങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി മാത്രമാണ് മറുപടി പറഞ്ഞത്. സംസ്ഥാന നേതൃത്വത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഇന്ന് MV ഗോവിന്ദൻ മറുപടി പറയും. അതിനുശേഷമായിരിക്കും ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്. കണ്ണൻ, വലിയ തോതിലുള്ള വിഭാഗീയതയിൽ തുടങ്ങി ആ വിഷയങ്ങൾ മുൻനിർത്തി തുടങ്ങിയ ഈ ചർച്ചയിലുടനീളം സംസ്ഥാന നേതൃത്വത്തിനെതിരെ നേരത്തെ കണ്ണൻ സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള വിമർശന ശരങ്ങൾ ഉയർന്നിരുന്നു. അതിലേറ്റവും എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് മന്ത്രിസഭയിലേക്ക് വരെ ആ വിമർശനങ്ങൾ നീണ്ടു എന്നുള്ളതാണ്. ഇന്ന് MV ഗോവിന്ദൻ ഇതിനെല്ലാം മറുപടി പറയുമ്പോൾ ഏത് രീതിയിലുള്ള ഒരു പ്രതികരണമാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് കണ്ണൻ? ഇന്നലെ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ ഉണ്ടായത് 2 കാര്യത്തിലാണ്. ഒന്ന് കരുനാഗപ്പള്ളിയിലെ വിഷയം, അത് ജില്ലാതലത്തിലുള്ള വിഷയമാണ്. 2 സംസ്ഥാന തലത്തിലുള്ള വിഷയം. അതിൽ പറഞ്ഞിരുന്നത് മന്ത്രിസഭ പൂർണ്ണമായും പരാജയപ്പെട്ടു. പുതുമുഖങ്ങളെ ഉൾപ്പെടുത്തി മാത്രമുള്ള ഒരു മന്ത്രിസഭയാണ് രൂപീകരിച്ചത്. പഴയ ആൾക്കാരെയും പുതിയ ആൾക്കാരെയും ഉൾപ്പെടുത്തിയിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മന്ത്രിസഭയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. അത് ഒഴിവാക്കേണ്ടതായിരുന്നു. രണ്ടാമത്തേത് ആഭ്യന്തര വകുപ്പിനെതിരായ വിമർശനമാണ്. അത് കൊല്ലം ജില്ലയിലെ കിളികല്ലൂരിൽ ഉണ്ടായ സംഭവങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടുള്ള ഒരു വിമർശനമാണ് കടയ്ക്കിൽ നിന്നുള്ള പ്രതിനിധികൾ ഉന്നയിച്ചത്. അതിൽ പറഞ്ഞത് പൊതുപ്രവർത്തകർക്ക്, പ്രത്യേകിച്ച് CPM നേതാക്കന്മാർക്ക് പോലും പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറ്റാത്ത സാഹചര്യമുണ്ട് എന്നുള്ള ഒരു കാര്യം പറയുകയുണ്ടായി. അതിന് ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി ഉണ്ടാകും. സംസ്ഥാന സെക്രട്ടറി ഈ വിഷയങ്ങളെല്ലാം തന്നെ മറുപടി പറയും. ഇന്നലെ മറുപടി പറയേണ്ടതായിരുന്നു. എന്നാൽ ഇന്നലെ സമ്മേളനം ജില്ലാ സെക്രട്ടറിയുടെയും MA ബേബിയുടെയും മറുപടി പറഞ്ഞപ്പോഴേക്കും ഏറെ വൈകിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന സെക്രട്ടറിയുടെ മറുപടി പ്രസംഗം ഇന്നത്തേക്ക് മാറ്റിയിരിക്കുന്നത്. വിഭാഗീയ
പ്രശ്നങ്ങളിൽ വിശദമായിട്ടുള്ള മറുപടി ഇന്ന് സംസ്ഥാന സെക്രട്ടറിയുടെ ഭാഗത്തു നിന്നുണ്ടാകും. ജില്ലാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം കരുനാഗപ്പള്ളി വിഷയത്തിലുണ്ടായി. ഈ വിഷയത്തിൽ കരുനാഗപ്പള്ളി വിഷയത്തിൽ ജില്ലാ നേതൃത്വം പൂർണ്ണമായും പരാജയപ്പെട്ടു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റിയുടെ തലയിൽ മാത്രം ഈ വിഷയം കെട്ടിവെക്കുന്നത് ശരിയല്ല, അതിന്റെ ഉത്തരവാദിത്തം ജില്ലാ കമ്മിറ്റിക്കുണ്ട് എന്നുള്ള വിമർശനം ഉയർന്നിരുന്നു. ആ വിഷയത്തിലടക്കം വ്യക്തമായ ഒരു മറുപടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും.